ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ല. നമുക്ക് ഇന്ന് ബിപാഷ ബസു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഡെർമാവൈവിൻ്റെ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലെൻസ് വെക്കുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് പിക്ചർ നോക്കിയപ്പോൾ ഏകദേശം ഗ്രീൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഓ ലെൻസിനെ യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ ടോണർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ നനവോടുക്കിനെ തന്നെ നമ്മൾ മിനിമലിസ്റ്റിൻ്റെ വിറ്റമിൻ സി സിറമാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഒരു 3 to 4 ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫേസിലും അതേപോലെ നെക്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് വിറ്റമിൻ സിയും പിന്നെ മോയ്സ്ചറൈസർ. നമ്മൾ ന്യൂട്രിനമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അപ്പോൾ മേക്കപ്പിനൊരു നല്ല ബേസ് ആയിട്ടും ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്യുക രാവിലെ. SPF 50 ആണ് കേട്ടോ. അത് മിനിമലിസ്റ്റിൻ്റെ തന്നെയാണ്. നന്നായിട്ടൊന്ന് ഞാനത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോർണിംഗിന് പറ്റിയിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീനാണിത്. നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് ഇവൻച്വലി കാലക്രമേണ കാണാൻ സാധിക്കുന്ന ഒരു സ്കിൻ കെയർ ആണ് കേട്ടോ അത്. അതിനുശേഷം നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഫിറ്റ്മിയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാറ്റ് ഫിനിഷ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഡ്യൂയി ഫിനിഷ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഡ്യൂയി ഫിനിഷാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്തായാലും ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതൊന്ന് എസ്പെഷ്യലി ഞാൻ പോഴ്സ് ഉള്ള ഭാഗത്തൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ ഇബ കോസ്മെറ്റിക്സും അതേപോലെ തന്നെ കെ ബ്യൂട്ടിയുടെ 2 ഫൗണ്ടേഷനും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഷെയ്ഡ് മാച്ചായി കിട്ടാനും പ്ലസ് അത് മാത്രമല്ല എനിക്ക് നല്ല മാറ്റും വേണ്ട ഡ്യൂയിയും വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ആദ്യം ഒന്ന് ബഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കഴുത്തിലും ചെവിയുടെ അവിടെയും ഒക്കെ. അതിനുശേഷം ഒരു മേക്കപ്പ് സ്പഞ്ചിൽ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫിനിഷ് ഉണ്ടാവും കേട്ടോ, നല്ല നാച്ചുറൽ ഫിനിഷ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ മാമിൻ്റെ ഫോട്ടോയിൽ നോക്കുകയാണെങ്കിലും കുറേ കൂടി ഒരു നാച്ചുറൽ ബേസാണ് ഉള്ളത്. എന്നിട്ട് നമുക്ക് കൺസീലർ മെബിലിൻ്റെ ഏജ് റിവൈൻ കൺസീലറാണ്. അത് നമുക്ക് കണ്ണിൻ്റെ താഴെ അതേപോലെ താടിയുടെ അവിടെ എനിക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്ത് ഞാൻ കൺസീലർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതേ ഭാഗത്ത് മാത്രമാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം, കണ്ണിന് ചുറ്റും മാത്രം, അതേപോലെ താടിയുടെ അവിടെ മാത്രം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കവർ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നാച്ചുറൽ ഒരു ലുക്ക് ആണെങ്കിൽ പോലും അങ്ങനെ ഡാർക്ക് സ്പോട്ട്സും അങ്ങനെയൊന്നും താടിയുടെ ഭാഗത്ത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഹൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ സെറ്റായിരുന്നുള്ളൂ. പിന്നീട് മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ബ്ലഷ്. ഈ ലുക്കിൽ അത് നല്ല നാച്ചുറൽ ലുക്കിംഗ് ബ്ലഷ് ആയതുകൊണ്ട് കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഡസ്കി സ്കിൻ ടോണ് പറ്റിയിട്ടുള്ള ബ്ലഷാണ്. അതിനുശേഷം ഞാൻ കോമ്പാക്ട് പൗഡർ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡറാണ് എടുക്കുന്നത്. അത് ബ്ലഷ് അപ്ലൈ ചെയ്ത ഭാഗത്തില്ല, ബാക്കി ഭാഗങ്ങൾ ഞാൻ ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ കൺസീലർ ഇട്ട ഭാഗത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിസ് ക്ലെയറുടെ ഇതൊരു ഐബ്രോ കേക്കാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഫുൾ ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ടും കോണ്ടോർ ചെയ്യാനും ഐബ്രോസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു ബ്രൗണിഷ് ഷെയ്ഡ് എടുത്തിട്ട് നോസ് ഒന്ന് കോണ്ടോർ ചെയ്യാണ്. അപ്പോൾ ബിപാഷ ബസുവിൻ്റെ ആളുടെ നോക്കുകയാണെങ്കിൽ നല്ല ഇങ്ങനെ നീണ്ട മൂക്കാണ്. അപ്പോൾ നമുക്ക് ശ്രമിച്ച് നോക്കാം ആക്കിയെടുക്കാൻ. പിന്നെ ഭയങ്കര സ്കൾപ്റ്റഡ് ഫേസ് അല്ലേ ആളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചീക്സിൻ്റെ അവിടെയും ഒക്കെ ഒന്ന് കോണ്ടോർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നോസിൻ്റെ അവിടെ നമ്മൾ 2 സൈഡിലും ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചീക്സിൻ്റെ അവിടെയും നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യൂഷ്വലി അതൊന്നും ചെയ്യാറില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഭയങ്കര ഒട്ടിയ കവളാണ്. പക്ഷെ എന്നാലും മാമിൻ്റെ ലുക്ക് ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. പിന്നെ ഒന്നും കൂടി സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാം ഒന്ന് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്താലും സ്പഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോഴേ കുറേ കൂടി ഒരു നാച്ചുറൽ ലുക്കായിട്ട് എന്നുവെച്ചാൽ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാറുള്ളൂ. അതിൽ നിന്ന് എഗെയിൻ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ക്രീസിൻ്റെ അവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഔട്ടർ കോർണേഴ്സിൽ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ക്രീസിൻ്റെ അവിടേക്ക് അങ്ങടും ഇങ്ങടും ആക്കി കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് കണ്ണിൻ്റെ നടുവിലായിട്ട് ഇട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐഷാഡോ ഒന്നും കാര്യമായിട്ട് കണ്ടില്ല പിക്ചറിൽ, അപ്പോൾ അതുകൊണ്ട് ഇത്ര തന്നെ മതിയാവും. കണ്ണിൻ്റെ താഴെ നമ്മൾ എഗെയിൻ ഇതേപോലെ നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡില്ലേ, ഏകദേശം ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡ്, അത് വെച്ചിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ താഴെ, കൺപീലിയുടെ താഴെയായിട്ട്. പിന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബ്രഷിൽ കുറച്ച് കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഈ നമ്മൾ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഏകദേശം അവിടെ ആയിട്ട് ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ ഹാർഷ് ലൈൻസ്
ഡിഫറൻസ് ഇല്ലാണ്ട് നല്ല ബ്ലെൻഡഡ് ലുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇബ കോസ്മെറ്റിക്സിൻ്റെ ഐലൈനർ ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് കണ്ണ് എഴുതുമ്പോൾ നന്നായിട്ട് വാലിട്ടിട്ട് അത് മുകളിലേക്ക് വാലിട്ടിട്ടാണ് നമ്മൾ എഴുതുന്നത്. കാരണം കണ്ണിൻ്റെ ഷേപ്പ് എൻ്റെ മാമിൻ്റെ കുറച്ചിങ്ങനെ മേപ്പട്ടയ്ക്കുള്ള ഷേപ്പാണ്. അപ്പം എൻ്റെ കണ്ണ് അങ്ങനത്തെ കണ്ണല്ല. അപ്പം നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നീട്ടി ഇങ്ങനെ വിങ് ലൈനറായിട്ട് സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. പക്ഷെ വാലിടുമ്പോൾ കുറച്ചും കൂടി മീതൊക്കെ ആക്കിയിട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സാധാരണ വിങ് ലൈനർ തന്നെ, അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളത്. പിന്നെ നമുക്ക് ലാഷസ് വെക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാഷ് ഗ്ലൂ പെന്നിൻ്റെ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടു നോക്കൂ കേട്ടോ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൺപീലി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു രീതിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഐ ലുക്ക് നമ്മൾ ഐലാഷസ് വെക്കണത്. നമുക്ക് മസ്കാര മാത്രം ഇട്ടാൽ മതിയാവും. അപ്പോൾ ഈ 2 ബ്രൗൺ ഷെയ്ഡ്, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഐബ്രോസിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസിൻ്റെ തിക്നെസ് കുറച്ചാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം മാമിൻ്റെ ലുക്കിൽ കുറച്ചും കൂടി കുറച്ചിട്ടാണ് ഉള്ളത്. എനിക്ക് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളതിനേക്കാളും കുറച്ച് കുറവ് തിക്നെസ്സിൽ കുറച്ചുകൂടി നീട്ടി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ആളുടെ ഐബ്രോസിൻ്റെ കളർ കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡാണ്. എൻ്റെ ആണെങ്കിൽ ബ്ലാക്ക് ആണെന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പം അതിലും കുറച്ച് പറ്റാവുന്ന രീതിയിലുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സെയിം ഐബ്രോ കേക്കിലുള്ള ഒരു ഗ്രേ ഷെയ്ഡ് എടുത്തിട്ട് ഇന്ന കോർണേഴ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തെ കണ്ണിൻ്റെ അവിടെ നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുത്തിട്ട് മുകളിലും ലൈറ്റായിട്ടൊന്ന് മസ്കാര ഇട്ട് കൊടുക്കുക. നമ്മുടെ ഫേക്ക് ലാഷസും അതേപോലെ കൺപീലി, നമ്മുടെ ഒറിജിനൽ കൺപീലി ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടോ. അയ്യോ, അങ്ങനെ ഒരു യുദ്ധം തീർന്നു. ഇനി നമുക്ക് അടുത്ത കണ്ണും ഇതേപോലെ മാജിക്കലി ചെയ്തെടുക്കാം. എന്ത് സുഖം. പക്ഷെ കുറേ സമയം എടുത്തിട്ടാട്ടോ ഞാൻ ചെയ്തത്. ഇനി ലിപ്സ് കേട്ടോ. ലിപ്സും എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിപ്പം ഉള്ള ചുണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വലുപ്പത്തിലാക്കി എടുക്കാനായിട്ട് ഞാൻ ഒന്നും കൂടി മേളിന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഓവർ ഡ്രോ ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട്, ഇപ്പം ഞാൻ പിടിക്കില്ലേ, അതേപോലെ വലിച്ചു പിടിച്ചിട്ട് ഒന്നും കൂടി, അതായത് പുറത്ത് കൂടെയാണ് കേട്ടോ ഞാൻ എഴുതുന്നത്, ലിപ്സിന് വലിപ്പം തോന്നിക്കാനായിട്ട്. ആ രീതിയിൽ ആണ് കേട്ടോ നമ്മൾ ചെയ്യണത്. എന്നിട്ട് പിങ്ക് ലിപ്സാണ് കേട്ടോ നമ്മൾ കൊടുക്കണത്. നല്ല ഷെയ്ഡാണ് കേട്ടോ ഇത്. പക്ഷെ പിക്ചറിലേക്ക് മാച്ച് ആവാനായിട്ട് ഈ പിങ്ക് കുറച്ച് ബ്രൈറ്റാണ്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ ന്യൂഡ് ഷെയ്ഡ് ഹോട്ട് ലാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കളർ ബാറിൻ്റെ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാമിൻ്റെ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ബ്ലാക്ക് സ്പോട്ട്സ് ഇങ്ങനെ, അയ്യോ എന്താ അതിന് പറയുക, പേര് ഫ്രിക്കിൾസ് എന്ന് പറയില്ലേ, അത് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നത്, ചെറുതായിട്ട്, പക്ഷെ അത്ര വർക്കൗട്ട് ആയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തു. എന്തായാലും പറ്റണ പോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിനും മുന്നേ, മുടി ചെയ്യണേക്കാട്ടിനും മുന്നേ നമുക്ക് ലിപ്സ്റ്റിക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആക്കാനായിട്ട് നന്നായിട്ട് ടിഷ്യൂവിൽ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷും ഉണ്ടാവും. ആ കളറൊന്ന് ടോൺ ഡൗൺ ആവും കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല സിമിലർ ആയിട്ട് തന്നെ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉടുപ്പ് മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കിനുള്ള ഉടുപ്പാണ് കേട്ടോ അത്. മുടി ഒന്ന് ശരിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ മെടഞ്ഞിട്ടിരിക്കുകയായിരുന്നു മുടി, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കേളി ആയിട്ടുണ്ട്. അപ്പോൾ ലുക്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആണ്. പിന്നെ ഒരു 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 ബ്ലോണ്ട് ഗ്രേ ഹെയർ ആണ്, പക്ഷെ എനിക്ക് ബ്ലാക്ക് ബർഗൻഡി ഹെയർ ആണ്. അപ്പോൾ മുടിയുടെ കളറൊന്നും ഞാൻ തൽക്കാലം മാറ്റിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ മുടി സ്ട്രെയിറ്റൻ ചെയ്യാം. ആ ലുക്കിലേക്ക് ആവണ പോലെ സ്ട്രെയിറ്റൻ ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ഇത് ലോറിയലിൻ്റെ സിറമാണ്, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടിയിലെ ജട നന്നായിട്ട് കളയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഹെയർ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ബി ബ്ലണ്ടിൻ്റെ ആണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഈരി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈരി കൊടുക്കുമ്പോൾ ജടയും പോവും. അത് മാത്രമല്ല പ്രോഡക്റ്റ് നന്നായിട്ട് ഈവനായിട്ട് എല്ലാവിടേക്കും സ്പ്രെഡ് ആവുകയും ചെയ്യും. നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യാൻ പോവല്ലേ, അപ്പോൾ മുടി പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ പെട്ടെന്ന് നാശമായി പൂട്ടോ മുടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ എല്ലാവിടെയും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഈരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യണത് ആരംഭിക്കാം. കാരണം ഇതൊരു വലിയ പ്രോസസ്സാണ് കേട്ടോ. ഇതിന് തന്നെ എനിക്ക് ഏകദേശം 1 മണിക്കൂർ എടുക്കാറുണ്ട്. നല്ല ഇങ്ങനെ പിൻ പോയിൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ വേണമെങ്കിൽ കുറച്ചധികം നേരം എടുക്കും, എസ്പെഷ്യലി നീളമുള്ള മുടിയാണെങ്കിൽ. നമ്മൾ മുടി പാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ മുടി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നെ ചെറിയ ഒരു 4-5 സെക്ഷൻ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യണത്. ഇത് ഫിലിപ്സിൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നറാണ്, നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ അധികം ടെമ്പറേച്ചറിലേക്ക് പോയിട്ടില്ല, ഒരു 2-ാമത്തെ 3-ാമത്തെ ടെമ്പറേച്ചറിലാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും 2 തവണ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ടെമ്പറേച്ചർ വെച്ചിട്ട് 5 തവണ 6 തവണ ചെയ്യുന്നതിനെക്കാട്ടിലും ഭേദം കുറച്ച് ടെമ്പറേച്ചർ കൂട്ടിയിട്ടാണെങ്കിലും 2 തവണ ചെയ്തങ്ങ് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഏകദേശം കഴിയാറായിട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്.
എക്സാക്ട്ലി നമ്മൾ 2 തവണയാട്ടോ ചെയ്ത് കൊടുക്കുന്നത്. മുടിയിൽ ഒരു തവണ ചെയ്തു, ഒന്നും കൂടി അതിൻ്റെ മീതിക്ക് പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 2 ഭാഗവും ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ക്ലിപ്പ് വെച്ചിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ കേളി ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, സ്ട്രെയിറ്റൻ ചെയ്യേണ്ട ഭാഗത്ത് നിന്ന് അതിൽ നിന്ന് ഒരു സെക്ഷൻ പിന്നെയും മാറ്റി വെച്ചിട്ട് ബാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ ചെയ്തതും ചെയ്യാത്തതും എല്ലാം കൂടി അങ്ങ് മിക്സ് ആയിപ്പോവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാം, പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു സലോൺ ഫിനിഷ് കിട്ടുന്ന രീതിയിലുള്ള ആ ലുക്കൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ ഇനി ഒരു 2 സെക്ഷനും കൂടിയേ ബാക്കിയുള്ളൂ. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ഫ്രണ്ട് ഭാഗമാണ്. എൻ്റെ ഫ്രണ്ട് ഭാഗത്തെ മുടിയാണ് നന്നായിട്ട് കേളി ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ അത് അവിടേക്ക് ഞാൻ കുറച്ചും കൂടി ഒന്ന് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സൈഡ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ചെറുതായിട്ടൊക്കെ കൈ കഴിച്ച് തുടങ്ങി. പക്ഷെ എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വലുതെടുക്കുമ്പോൾ ആ ഒരു ഫിനിഷ് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നല്ലത് ചെറിയ സെക്ഷൻ എടുത്തിട്ട് ഒരു 2-3 തവണ ജസ്റ്റ് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കുക. 2 തവണയിൽ അവസാനിപ്പിക്കാൻ പറ്റിയ ദി ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഫ്രണ്ടിലത്തെ മുടി ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ആശ്വാസമായി. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്യാല്ല, ഇത്ര തന്നെയുള്ളൂ. ഒന്ന് സെറ്റാക്കി നിർത്താനായിട്ട് നമ്മൾ ലോറിയലിൻ്റെ ഹെയർ സെറ്റിംഗ് സ്പ്രേ ആണൊന്ന് ഇട്ട് കൊടുക്കണത്. ഈ ഹെയർ സെറ്റിംഗ് സ്പ്രേക്ക് അത്ര മണവും അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല കേട്ടോ, നല്ലതാണ് ശരിക്കും. അപ്പോൾ നമ്മളെ കമ്മൽ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കമ്മലാണ് കേട്ടോ. സെയിം കമ്മൽ തന്നെയാണ്. ഞാനിങ്ങനെ നല്ലോണം സൂമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള കമ്മലാണ് കേട്ടോ. ഒരുവിധം എല്ലാ എത്നിക് വെയറിൻ്റെ ഒപ്പം നന്നായിട്ട് ചേർന്നു. സാരി, സൽവാർ, കുർത്ത എല്ലാത്തിൻ്റെ ഒപ്പം നല്ല രസമായിട്ട് ചേർന്നു കേട്ടോ. പിന്നെ നമ്മുടെ ദുപ്പട്ട, പിന്നെ പൊട്ട്, പിങ്ക് പൊട്ടാണ്. പിന്നെ ഒരു മോതിരമുണ്ട്. അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. പക്ഷേ കല്ലിൻ്റെ കളറിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അതിന് പ്രത്യേകതരം വിശ്വാസത്തിന് പുറത്തൊക്കെ മേടിക്കണം അങ്ങനത്തെ കല്ലില്ലേ, അതിൻ്റെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ആമസോണിൽ നിന്ന് കളർ നോക്കി അങ്ങനത്തെ മേടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ, സിമിലർ ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എക്സാക്റ്റ് സെയിം ഡ്രസ്സാണ് കേട്ടോ. ഇത് മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ്. നല്ലതാണ് കേട്ടോ. ഈ കളർ കംഫർട്ടബിൾ ആണെങ്കിൽ ഭയങ്കര അടിപൊളി. ആ ഫംഗ്ഷനൊക്കെ പറ്റിയതാണ്. സൂപ്പർബ് ലുക്കാണ്, നല്ല അടിപൊളി ലുക്ക്. എനിക്കിഷ്ടായി. ചെരുപ്പൊക്കെ നല്ല സെയിം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജൂത്തി ഇതും ആമസോൺ തന്നെയാണ് മേടിച്ചത്. പിന്നെ വളയ്ക്ക് പകരം മംഗൾ സൂത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് കയ്യിൽ. അപ്പോൾ അതും നമ്മൾ ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഫങ്ഷനൊക്കെ പറ്റിയിട്ടുള്ള ലുക്കാണ്. ഞാൻ നെയിൽ പെയിൻറ്റ് ഇഷ്ടമല്ല, എന്നിട്ട് പോലും ലുക്കിന് സെയിം ആയിട്ട് വരണ രീതിയിൽ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡും അതേപോലെ തന്നെ ആ ഒരു പിങ്ക് കോമ്പിനേഷനൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലൈറ്റിങ്ങിൻ്റെ ഒരു വ്യത്യാസത്തിൽ നമുക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡിൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ട് ആക്ച്വലി, അങ്ങനെ കാണുന്നുണ്ട്. ഞാൻ തന്നെയാണ് കേട്ടോ ഫോട്ടോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം കൂടി എനിക്ക് അങ്ങനെ അങ്ങോട്ട് പെർഫെക്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്തൊരു ലുക്കും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. അതിനായിട്ട് ഏകദേശം സിമിലർ മേക്കപ്പ് തന്നെയാണ്, പക്ഷേ പൊട്ട് റെഡ് പൊട്ടാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് റെഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ റൂബി വൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല എക്സാക്റ്റ് സെയിം തന്നെയാണ് നമുക്ക് ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കമ്മൽ എനിക്ക് അത്ര ഡീറ്റെയിലിംഗ് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ജുംക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ വള ഇങ്ങനെ ഗ്രീൻ ബീഡ്സ് ആണ് കേട്ടോ, അങ്ങനത്തെ ഒരെണ്ണമാണ്. അത് ആമസോൺ എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ, എന്ന് വെച്ചാൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ. പക്ഷേ മേക്കപ്പും റെഡ് ലിപ്സ്റ്റിക്കും റെഡ് ബൊട്ടും കൂടിയൊക്കെ ആകുമ്പോൾ ഫംഗ്ഷനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. ജൂത്തീസ് ഈ ബീഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ, നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഭയങ്കര അഫോർഡബിളാണ്. മീഷോ എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ലൈക്ക് സിമിലർ ആയിട്ടുള്ളതാണ്. ഡ്രസ്സ് സെയിം ആണ് കേട്ടോ, കോട്ടൺ ഡ്രസ്സാണ്. ഫോട്ടോയിലേക്ക് കാണാൻ നല്ലതാണ്, ഇടാൻ വളരെ കംഫർട്ടബിളാണ്. പക്ഷേ അത്ര നല്ലതല്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര കുറച്ചൊരു പഴന്തുണി പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഔട്ട്ഫിറ്റ് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. മിന്ത്രയിൽ നിന്ന് മേടിച്ചത് തന്നെയാണ്. കുഴപ്പമില്ല. എനിക്ക് ഡ്രസ്സ് അത്രയ്ക്ക് അങ്ങോട്ട് ഈ ഒരു മേക്കപ്പിന് അത്ര ചേരുന്ന രീതിയിൽ എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും ഓൾ ടുഗെദർ വരുമ്പോൾ ഫോട്ടോയിലേക്കും വീഡിയോയിലേക്കൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ലുക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഹെയർ കളറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ഫസ്റ്റ് ലുക്ക് ഇഷ്ടമായി. ആണോ?
എനിക്കും ഫസ്റ്റ് ലുക്കാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ്നെസ് നോക്കുമ്പോഴേ ഇത് എനിക്ക് ഫോട്ടോ പോലെ തനിയെ എടുക്കാൻ പറ്റില്ല. ഈ ഒറ്റൊരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഞാൻ സെൽഫ് ടൈമറൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കൃത്യമായിട്ട് കിട്ടിയില്ല. എന്നാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, ജൂട്ടീസിൻ്റെയും ഔട്ട്ഫിറ്റിൻ്റെയും കമ്മലിൻ്റെയും മേക്കപ്പിൻ്റെയും എല്ലാതും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.